എല്ലാവർക്കും ക്രേസി ഷെഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. എല്ലാവരും സുഖമായും സുരക്ഷിതരായും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ സദ്യക്കെല്ലാം ഉണ്ടാക്കുന്ന രീതിയിൽ സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ അല്ലെങ്കിൽ കട്ടിക്കാളൻ. അതിന് വേണ്ടതായ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം. ഒരു കപ്പ് തൈര്, നല്ല പുളിയുള്ള തൈര് എടുത്തിട്ടുണ്ട്. നേന്ത്രക്ക, ചേന, ഒരു കപ്പ് തേങ്ങ, 3 പച്ചമുളക്, 2 വറ്റൽമുളക്, കുറച്ച് ഉലുവ, 1 ടീസ്പൂൺ ജീരകം, കറിവേപ്പില, കടുക്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കായം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടീസ്പൂൺ നെയ്യ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 1 കപ്പ് വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി എങ്ങനെയാണ് കുറുക്ക് കാളൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം പച്ചക്കറികളൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു കുക്കറിൽ നേന്ത്രക്കായ, ചേന, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വേവാൻ വേണ്ടതായ വെള്ളം, ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കണം. 1 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കണം. ചേനയും കായയെല്ലാം നമ്മൾ കുക്കറിൽ വേവാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തൈര് ഒന്ന് ഒരു വിസ്കർ വെച്ച് ഇതായിട്ട് ഉടച്ചെടുക്കണം. തൈര് നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ബൗളിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, ജീരകം ചേർത്ത് കൊടുക്കാം, ഉടച്ചു വെച്ച തൈര്, 1 ടീസ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ നല്ല വെണ്ണ പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിനെ അരച്ചെടുത്തിട്ട് വേഗം വരാം. ഞാൻ ഈ ഒരു പരുവത്തിൽ തേങ്ങ അരച്ചു വന്നു. നല്ല വെണ്ണ പരുവത്തിൽ തേങ്ങ അരച്ചിട്ടുണ്ട്. കുക്കറിൽ 1 വിസിൽ വരെ വേവിച്ചെടുത്ത കായയും ചേനയും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിൽ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളം നല്ല തിക്ക് ഗ്രേവിയായി. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. തൈര് നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. കുറുക്ക് കാളനൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടതായ താളിപ്പ് ഉണ്ടാക്കാം. കുറുക്ക് കാളൻ ഒഴിക്കാനുള്ള താളിപ്പ് റെഡിയാക്കാം. പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം വറ്റൽമുളക്, പച്ചമുളക്, കറിവേപ്പില. താളിപ്പ് റെഡിയായി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിലേക്ക് തന്നെ കുറച്ച് കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ താളിച്ച താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറുക്ക് കാളൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ അല്ലെങ്കിൽ കട്ടിക്കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമ്മളിതിവിടെ തയ്യാർ ചെയ്തു. നിങ്ങളും ഇത് വീടുകളിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതെല്ലാം കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക. വീണ്ടും വ്യത്യസ്തമായ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.